നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ എംബറർ എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇമോഷൻസിന് വാല്യൂ തരാത്ത ഒരാളായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഇമോഷൻസിന്റെ ഒരു വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ അറിയാത്തൊരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ്. അതായത് ഇമോഷണലി ഒരുപാട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ അറിയാത്ത ഒരാളാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അവര് കുറച്ച് ഈഗോസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ അവരുടെ ഇമോഷൻസ് തന്നെ അവര് എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണെന്നാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂ തരാത്തൊരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് സമാധാനമായിട്ട് എന്തെങ്കിലും സംസാരിക്കണം എന്നൊക്കെ കരുതുന്ന സമയത്ത് ആ പേഴ്സന്റെ ഒരു പ്രസൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇമോഷണലി പലപ്പോഴും അൺഅവൈലബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അത് അവർക്ക് അങ്ങനെ ഒരു ഇമോഷണലി ഒരു ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കുന്ന കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ഇമോഷൻസ് അധികം മനസ്സിലാക്കാനുള്ള ഒരു കഴിവും ഇവർക്ക് കുറവാണെന്നാണ് കാണിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആവണം, നിങ്ങളോട് സംസാരിക്കണം, അങ്ങനെ ആവുമ്പോഴാണ് ആ ഒരു ബോണ്ടിങ് ഉണ്ടാവുക എന്ന് പോലും ഇവർക്ക് ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് സ്നേഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കുക, സ്നേഹം ഉണ്ടെന്ന് പറയാ, എന്നാൽ ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേകിച്ച് എഫേർട്ട് ഇടാത്ത ഒരാളാണ് ഇയാളെന്നാണ് കാണിക്കുന്നത്. 10 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവര് ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. ഇപ്പം ആളുടെ മുകളിൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ ആൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ഫാമിലിയിലുള്ള കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ആളുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ആളുടെ മെയിൻ ആയിട്ട് ആൾ ഫോക്കസ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണ്. പ്രത്യേകിച്ച് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. ഇമോഷൻസിനൊന്നും ഒരുപാട് വാല്യൂ കൊടുക്കാത്ത ഒരാളായിട്ട് കാണുന്നത്. ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ആളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് ആളുടെ ലൈഫിലെ ഗ്രോത്ത്, ആളുടെ സക്സസ്, അതുപോലെ ഫാമിലിയിൽ ആള് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ആള് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടാണ് ആളെപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആൾക്കില്ല. അതാണ് ആൾക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അങ്ങനെ ഒരു ക്യാരക്ടറാണ് ആളുടെ എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 3 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് ആളുടെ ലൈഫിൽ ആള് വർക്ക് ചെയ്യുന്ന ഏരിയയിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ആളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അങ്ങനെ ആളുടെ കൂടെ ഒരു തേർഡ് പേഴ്സന്റെ പ്രസൻസ് കാണുന്നുണ്ട്. പക്ഷെ ഒരു തേർഡ് പേഴ്സണും ഇവരെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അങ്ങനെ അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണുന്നില്ല. ഇപ്പൊ ഒരു തേർഡ് പേഴ്സൺ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സണോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ ഉണ്ടാക്കി എടുക്കുന്ന ഒരാളല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ സജഷനോ അല്ലെങ്കിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് അതുപോലെ നിൽക്കുന്ന ഒരാളായിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നിങ്ങളെ പേഴ്സൺ ആ ഒരു പേഴ്സണ് പ്രത്യേകിച്ചൊരു ഇമ്പോർട്ടൻസും അവരുടെ ലൈഫിൽ കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഇവിടെ ഇപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഈഗോ ക്ലാഷ് കാരണോ അല്ലെങ്കിൽ സംസാരം വഴക്ക് കാരണം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ റിലേഷൻ റീസ്റ്റാർട്ട് ആവുന്നത് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇമോഷണലി അവർ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്കത് അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിലോട്ട് ഒരുപാട് പോകുന്നതിനോട് അവർക്കൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് അത് അറിയില്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് കാണിക്കുന്ന കാര്യം.
ദ എംപ്രസ് എനർജിയാണ്. ഇവിടെ നിങ്ങളെ പേഴ്സൺ ഒരു ലൈഫ് പാർട്ട്ണർ ആയിട്ടാണ് കാണുന്നത്. അവർ ഈ റിലേഷൻ അത്രയും സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ കരുതുന്നത് നിങ്ങൾ അവരുടെ പാർട്ട്ണറാണ്. അപ്പോൾ ഒരുപാട് സംസാരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ആണെന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അവരുടെ ആണെന്നുള്ള ഒരു സ്ട്രോങ് വിശ്വാസത്തിൽ അവർ മുന്നോട്ട് പോവാണ്. അപ്പം ഇവിടെ ഒരു എന്താ പറയാ, നമ്മളിപ്പം രണ്ടുപേര് തമ്മിൽ ഒരു ലവേഴ്സ് പോലെയുള്ള ഒരു റിലേഷനിലോട്ട് വരാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരൊരു ഫാമിലി, മുന്നോട്ടൊരു ഫാമിലി ലൈഫ് എന്നുള്ള രീതിയിൽ അവരുടെ പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആ രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓൾറെഡി അവർക്ക് അവരുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ അവരുടെയാണ് നിങ്ങൾ എന്നുള്ള ഒരു കൺഫർമേഷനിലാണ് അവർ മുന്നോട്ട് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് ഫാൻസ് എനർജിയാണ്. ഇപ്പൊ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ ഉടനെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കോണ്ടാക്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഇവിടെ അടുത്ത വീട്ടില് വാർപ്പാണ് കേട്ടോ, അതിന്റെ സൗണ്ടാണ്, സോറി ക്ഷമിക്കണേ. നീഡ് യു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ആളുടെ ലൈഫിൽ നിങ്ങൾ വേണം എന്നുള്ള ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നിങ്ങളെ പേഴ്സൺ ഉള്ളതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. സർപ്രൈസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് അവരൊരു സർപ്രൈസ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മെസ്സേജ്, കോള്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ഫോർഗീവ് എന്ന് കാണിക്കുന്നുണ്ട്. അവരറിയാതെ ആണെങ്കിൽ പോലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം, നിങ്ങൾ അവരോട് ക്ഷമിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ആയില്യം, ജൂൺ 1993, ലെറ്റർ ആർ. വിശാഖം, ഒക്ടോബർ, സെപ്റ്റംബർ 1997, ലെറ്റർ ഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.